ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഈ ജനവിഭാഗത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരവസ്ഥ വളരെ പരിതാപകരമാണ്. നമുക്കെന്തറിയാം, നമ്മളുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അനുവദിക്കപ്പെട്ട സീറ്റിലെ പട്ടികവർഗക്കാരനെ നിർത്തുള്ളൂ നമുക്കറിയാം. അല്ലാത്തൊരു സീറ്റിൽ മത്സരിപ്പിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ധൈര്യമില്ല. കാരണം അവർക്കറിയാം, അവർ പോലും അതിനെതിരാണ്. ഒരു കോളനിയുടെ പേര് മാറ്റുക എന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് പാവം രാധാകൃഷ്ണൻ നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ്, അഴിമതിക്കറ പുരളാത്ത അങ്ങനെ കുറച്ച് ആൾക്കാരെ, അങ്ങനെ ചില ബിംബങ്ങൾ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മുടെ വയനാട്ടിലെ ശശി, അദ്ദേഹം ചെരുപ്പിടില്ല, പശുവിൽ പാല് കറന്ന് അടുത്ത വീട്ടിലെത്തിക്കുന്ന സാധാരണ സാധു മനുഷ്യൻ, എൻ്റെ കോളേജ് മേറ്റായിരുന്നു. അങ്ങനെ രാധാകൃഷ്ണൻ. പക്ഷെ കോളനി എന്ന പേര് നമുക്ക് മാറ്റിക്കളയാം എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു അത് തിരക്കേടില്ലല്ലോ. അതും പാവം മന്ത്രിസ്ഥാനം പോകുന്ന അന്നാണ്, അല്ല രാജിവെക്കുന്ന അന്ന് ചെയ്ത പ്രഖ്യാപനം. ഇത് മുമ്പേ ചെയ്യാമായിരുന്നു, ചിലപ്പോൾ ചിലർ അനുവദിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഞാനിതുവരെ പരിചയപ്പെടാത്ത ഒരു സുഹൃത്തുണ്ട്, റെജിമോൻ കുട്ടപ്പൻ എന്നാണ് പേര്. ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന ഒരാളാണ്, എനിക്ക് ഇഷ്ടമുള്ള ആളാണ്, വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്, രാഷ്ട്രീയ ചിന്താഗതി, നല്ല രാഷ്ട്രീയ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളാണ്. അദ്ദേഹം ഒരു കമൻ്റ് എഴുതിയതിനെ പറ്റി, കോളനി എന്നുള്ള വാക്ക് നിങ്ങളിപ്പോൾ ഉപേക്ഷിക്കുന്നു, ഓക്കെ, പിന്നീട് ആ കോളനിയെ പറ്റി പറയുക അതൊരു നഗരം എന്നുള്ള പേരാണെങ്കിലും പറയും. പണ്ട് ഒരു കോളനി ഉണ്ടായിരുന്നു, ഹരിജൻ കോളനി, ആ കോളനിയാണ് ഇപ്പോഴത്തെ നഗരം എന്നാണ് പറയാം. ആ കോളനി എന്നുള്ളൊരു പേര് മാറ്റിയത് കൊണ്ട് മാറുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം 57 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല ഘട്ടങ്ങളിലായിട്ട് വന്നുപോയി കേരളത്തിൽ ഭരണത്തിൽ. ഇപ്പോഴും സായിപ്പെട്ട ക്ലിഫ് ഹൗസിൻ്റെ പേര് അംബേദ്കർ ഹൗസ് ആക്കാനൊന്നും ആർക്കും ധൈര്യം വരില്ല. ഒരു സവർണൻ്റെയും ഹൗസിംഗ് കോളനികൾക്ക് അംബേദ്കറെ പേരിടില്ല. അംബേദ്കർ എന്നുള്ള പേരിൽ നമ്മൾ എല്ലാ പ്രാവശ്യം പറയും ഭരണഘടന ഉണ്ടാക്കിയ ആൾ, ഭരണഘടനയുടെ പ്രധാന വ്യക്തി, ഭരണഘടനാ ശില്പി ഒക്കെ സംബന്ധിച്ച് അംബേദ്കറുടെ ഫോട്ടോ നമ്മൾ ഗവൺമെൻറ് ഓഫീസിൽ വെക്കും. പക്ഷേ ഒരു ഹൗസിംഗ് കോളനിക്കോ ഒരു സർക്കാർ അതിഥി മന്ദിരങ്ങൾക്കോ അംബേദ്കറിൻ്റെ പേരിടാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാനടക്കമുള്ളവരുടെ മനസ്സിനെ പറ്റി ഞാൻ പറയുന്നത്. അത്രമാത്രം നമ്മളുടെ ഉപബോധ മനസ്സിൽ ഈ ജാതീയത വളരെ പ്രകടമായിട്ടുള്ള ഒരു കാലമാണ്.